വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുടിയനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് മുടിയനെക്കുറിച്ച് മാത്രമല്ല, മുടിയനും ദിയയും ഈ രണ്ട് ക്യാരക്ടറെ കുറിച്ചുള്ളൊരു അപ്ഡേഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദിയ എന്നൊരു ക്യാരക്ടർ ഉപ്പുമുളകിൽ എൻട്രി കൊടുക്കാൻ കാരണം തന്നെ മുടിയനാണ്. കാരണം മുടിയൻ്റെ ഒരു ഭാര്യ എന്ന രീതിക്കാണ് ദിയയെ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, മുടിയൻ കാരണം ഉപ്പുമുളകിലോട്ട് കഴിഞ്ഞ കൊല്ലം വന്ന 3 ക്യാരക്ടേഴ്സ് ആയിരുന്നു ദിയയും ഹൈമോദിയും രാംകുമാറും. പക്ഷേ ഇവർ വന്ന ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. ആ കഥകളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുടിയൻ്റെയും ദിയയുടെയും ആ ഒരു കെമിസ്ട്രി ഒന്നും നമ്മൾ ഇതുവരെ വിറ്റ്നസ് ചെയ്തിട്ടില്ല. വെറും ഒരാഴ്ച മാത്രമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം മുടിയൻ മാറി നിന്നപ്പോൾ പല ന്യൂസസും വന്നിട്ടുണ്ടായിരുന്നു. ദിയെ എടുത്തുകൊണ്ടാണ് മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ദിയ പോയാലേ ഇനി തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് മുടിയൻ തന്നെ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണമല്ല, ഡയറക്ടറുടെ കാരണമാണ്, ഇനി ഡയറക്ടർ മാറിയാലേ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന രീതിക്ക് മുടിയൻ ഒരു ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശ്രീകണ്ഠൻ നായർ സാർ വന്നിട്ട് മുടിയനെതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾ കത്തി നിന്നിട്ട് ഇപ്പോൾ മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് തന്നെ ഇല്ല, മുടിയൻ വേറെ പ്രോഗ്രാമിലേക്ക് പോയി. അങ്ങനെ ദിയ ഇപ്പോൾ ഒരു സിംഗിളായിട്ട് തന്നെയാണ് ഉപ്പുമുളകിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുമോളാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുടിയൻ്റെ പേര് എവിടെയും തന്നെ ഉപ്പുമുളകിൽ സ്റ്റോറിയിൽ പറയുന്നില്ല. ഇപ്പോൾ മുടിയൻ എവിടെയാണ് എന്ന രീതിക്ക് പോലും പറയുന്നില്ല. അങ്ങനെ ഇനി മുടിയൻ തിരിച്ചു വരുമോ എന്ന രീതിക്ക് ഡൗട്ടുള്ളപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉപ്പുമുളകിൽ ഡയറക്ടർ മാറി. അത് മുടിയൻ്റെ കാരണമാണോ അല്ല വേറെ വല്ല കാരണമാണോ എന്നുള്ള വ്യക്തത ഉണ്ടായില്ല. പക്ഷേ ഉപ്പുമുളകിൽ ഇപ്പോൾ ഉണ്ണി സാറ് മാറിയിട്ട് രാജേഷ് ഏട്ടൻ ഉപ്പുമുളകിൽ പുതിയ ഡയറക്ടറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ടറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷ് ഏട്ടൻ തന്നെയാണ്. ഈ രാജേഷ് ഏട്ടൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൻ ചേക്കേറിയ ഉപ്പുമുളകിന് ശേഷം മുടിയൻ പോയ അളിയൻസ് എന്നൊരു പരിപാടിയുടെ ഡയറക്ടറും ഇതേ രാജേഷ് ഏട്ടൻ തന്നെയാണ്. അപ്പോൾ മുടിയനും രാജേഷ് ഏട്ടനും തമ്മിൽ നല്ലൊരു കോമ്പോയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഉപ്പുമുളകിലോട്ട് രാജേഷ് ഏട്ടൻ തിരിച്ചു വരികയും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷ് ഏട്ടൻ തന്നെയാണ്. അപ്പോൾ മുടിയൻ വരാനുള്ള സാധ്യത കുറച്ച് അടുത്ത് വന്നു കഴിഞ്ഞു നമ്മളെല്ലാവരും വിചാരിച്ചതാണ്. പക്ഷേ രാജേഷ് ഏട്ടനോട് ചോദിച്ചപ്പോൾ രാജേഷ് ഏട്ടൻ പറഞ്ഞത് മുടിയൻ വരും, പക്ഷേ വൈകും എന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മുടിയനും ദിയയും ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ശിവാനിയും മുടിയനും തമ്മിലുള്ള ബോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരും റിയൽ ലൈഫിലും സിസ്റ്റർ ആൻഡ് ബ്രദറിനെ പോലെ തന്നെയാണ്. അത് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതുമാണ്. മാത്രമല്ല ഷോർട്സും റീൽസും ഇവർ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇവർ ഒരുമിച്ചുള്ളതൊക്കെ നമ്മൾ ഓഡിയൻസ് കണ്ടിട്ടുണ്ട്. ഇവൻ്റെ യൂട്യൂബ് വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് മുടിയനും ശിവാനിയും പാടെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വന്നൊരു കമൻറ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശിവാനിയും മുടിയനുമുള്ള ഒരു റീലിൽ ഇപ്പോൾ ദിയ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്ലസ് ചെയ്യുന്നൊരു ഇമോജിയും ഇട്ടിട്ടാണ് ദിയ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കമൻറ്റിന് മാത്രം 1500ഓളം ലൈക്സ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലോ പുറത്തോ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവർ പുറത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിഞ്ഞില്ല. ബാക്കി എല്ലാവരുമായിട്ട് മുടിയൻ നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ തന്നെയായിരുന്നു. പക്ഷേ ദിയയും മുടിയനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലൂടെ ഇപ്പോൾ ഒരു വലിയ സിഗ്നൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഹസ്ബൻഡ് എന്ന രീതിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ മാറിയ സ്ഥിതിക്ക് മുടിയൻ്റെ വരവ് അധികം വിദൂരമല്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ 2024 മുടിയൻ്റെ ഒരു റീ എൻട്രി നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നിങ്ങൾ മുടിയൻ്റെയും ദിയയുടെയും കോംബോ കാണാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.